നോട്ട് ബുക്കുകൾ പെൻസിൽ പേന വാട്ടർ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം സോട്ടിലുണ്ട് എല്ലാം സോട്ടിലുണ്ട് വാട്ടിലേക്ക് പോകാം വാട്ടിലേക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി. തോപ്പുംപടി പഴയ ഓടമ്പള്ളി ജംഗ്ഷനിൽ MP ഫണ്ട് വിനിയോഗിച്ച് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൗൺസിലർ തടഞ്ഞതായി പരാതി. തോപ്പുംപടി പഴയ ഓടമ്പള്ളി ജംഗ്ഷനിൽ ഹൈബി ഈഡൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഡിവിഷൻ കൗൺസിലർ തടഞ്ഞതായി പരാതി. തന്റെ ഡിവിഷനിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് രേഖാമൂലമുള്ള അനുവാദം തേടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. കൗൺസിലർ അറിയിച്ചത് പ്രകാരം തോപ്പുംപടി പോലീസ് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ മുൻ കൗൺസിലർ KK കുഞ്ഞച്ചൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് EJ അവറാച്ചൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ സുമിത് ജോസഫ്, IX ജോൺസൺ, തോപ്പുംപടി മണ്ഡലം ഭാരവാഹികളായ സന്തോഷ് കുമാർ, പ്രേം ജോസഫ്, ഫ്രെഡി ജോസഫ്, ആഷ്ലി എന്നിവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. തോപ്പുംപടി ജംഗ്ഷനിൽ ബഹുമാനപ്പെട്ട MP ഹൈബി ഈഡൻ നിർദ്ദേശിച്ച ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇന്നിവിടെ അതിൻ്റെ കരാറുകാരും തൊഴിലാളികളും എത്തിയതാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് അറിയാതെയാണോ ഇനി മനഃപൂർവ്വമാണോ എന്നറിയില്ല, സ്ഥലം കൗൺസിലർ ശ്രീമതി ശീബ ഡുറം ഇവിടെ എത്തുകയും പണി ആ വർക്കുകൾ അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ന്യായം അദ്ദേഹത്തിന് കോൺട്രാക്ടർ കാര്യം അറിയിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവിടെ നമുക്ക് അങ്ങനെ പുള്ളിക്കാരത്തി അദ്ദേഹം പോലീസിനെ അറിയിക്കുകയും ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ SHO തോപ്പുംപടി SHO സ്ഥലത്തെത്തുകയും ഞങ്ങളുടെ കയ്യിലുണ്ടായ രേഖകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വ്യക്തമായിട്ടും എറണാകുളം ജില്ലാ കളക്ടർ കോർപ്പറേഷൻ്റെയും PWDയുടെയും മറ്റ് വകുപ്പുകളുടെ എല്ലാം അഭിപ്രായം ചോദിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു ഉത്തരവാണിത്. ഇതിൻ്റെ ഭരണാനുമതിയാണിത്. ഇതുണ്ട്, PWDയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ നിരവധി രേഖകളുടെ അടിസ്ഥാനത്തിൽ കളക്ടർ തയ്യാറാക്കിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് ഇവിടെ നടത്തുന്നത്. ഈ വർക്ക് ഇവിടെ നടക്കുന്നത് കാരണം നിരവധി ആളുകൾക്ക് തോപ്പുംപടി ജംഗ്ഷനിൽ ഈ ബാക്കിയുള്ള രീതിയിലുള്ള അന്ധകാരം എല്ലാം ഇവിടെ നിന്ന് മാറാൻ ഇടയാവുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഡിവിഷൻ കൗൺസിലർ ഇവിടെ എത്തി വളരെ വികാരപരമായി ഇങ്ങനെ പെരുമാറി എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അവർ പറയുന്ന കാരണം ഇത്രമാത്രം, അവരെ കരാറുകാരൻ ഇത് അറിയിച്ചില്ല എന്നുള്ളത്. കരാറുകാരൻ അവരെ അറിയിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് ബുദ്ധിയുള്ള മലയാളികൾക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ഏതായാലും വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വർക്ക് തുടരുവാൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതിവിടെ നടക്കുകയാണ്. ജില്ലാ കളക്ടറുടെയും നഗരസഭാ സെക്രട്ടറിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി ആരംഭിച്ചതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. തോപ്പുംപടിയിലെ പ്രാദേശികവാസികളുടെയും വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നിരന്തരം ഇവിടെ വെളിച്ചം വേണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് നാളുകളായി. ഇതേ തുടർന്ന് ബഹുമാനപ്പെട്ട ഇതിൻ്റെ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തോപ്പുംപടിയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പാസ്സാക്കുകയാണ്. ആ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള കൗൺസിലർ 14 ഡിവിഷൻ കൗൺസിലർ ഇതിനെതിരെ നിൽക്കുകയാണ്. എന്താണ് അതിനെതിരെ നിൽക്കുന്നതിന് യാതൊരുവിധ ഇതും അറിയില്ല. അത് കാരണം തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി LDFിൻ്റെ കൂടെയാണെന്നുള്ളത് സംശയാസ്പദമാണ്. അതുകൊണ്ടാണ് കൗൺസിലർ ഇതിന് എതിരായിട്ട് നിൽക്കുന്നത്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ നിയമവും. തോപ്പുംപടിയിലെ അശാസ്ത്രീയ മീഡിയ നിർമ്മാണത്തിന് കൗൺസിലർ എങ്ങനെ അനുവാദം നൽകിയെന്നും കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചു. അതേസമയം തന്നെ അറിയിക്കാതെ തോപ്പുംപടിയിലെ പ്രധാന ഭാഗത്ത് കുഴിയെടുക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചതെന്നും കൗൺസിലറെ അറിയിക്കാതെ കുഴിയെടുക്കുന്നത് കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സാധാരണ രീതിയിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ കൗൺസിലറെ അറിയിക്കാറുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ കൂടിയായ ഷീബ ഡുറോം പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള പേപ്പറുകൾ തന്നെ കാണിക്കുവാൻ തയ്യാറായില്ലെന്നും ഷീബ ഡുറോം പറഞ്ഞു. തന്റെ പൊതുജന മധ്യത്തിൽ മോശമായി പെരുമാറിയത് സംബന്ധിച്ച് തോപ്പുംപടി പോലീസിനും മേയർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കൗൺസിലർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.